ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൽക്കച്ചാണ്. അതിന് ഫസ്റ്റായിട്ട് തന്നെ നമുക്ക് പുളിവെള്ളം വേണം. അതിന് നമ്മൾ പുളി നന്നായിട്ട് തിരുമ്പിയെടുക്കണം. എന്നിട്ട് അതിന് ശേഷം മിക്സിയിലോട്ടേക്ക് പുളിവെള്ളം ഇടണം. പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ചും കൂടി ഇടാം. പിന്നെ നമുക്ക് ഇത്തിരി ഉപ്പാണ് വേണ്ടത്. ഈ കോൽക്കച്ചെന്ന് വെച്ചാൽ എറണാകുളം അങ്ങോട്ടേക്കൊക്കെ ഒരു നല്ലൊരു ഡിഷാണ്. ഇതിൻ്റെ കൂടെ നുറുക്കിൻ്റെ കൂടെ തിന്നുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് ഡേറ്റ്സ് വേണം. ഈ കോൽക്കച്ചിൽ ഈ മധുരം എരിവും പുളിയും എല്ലാം കൂടി കൊണ്ട് മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. എന്നിട്ട് ഇത് മിക്സി നന്നായി അടിച്ച് ഒരു പേസ്റ്റ് പോയാവാം. ശരിക്കും ഇതിൽ കുറച്ചും കൂടി കട്ടി വേണം, പക്ഷെ എൻ്റെ കയ്യിൽ ഇത്തിരി വെള്ളം കൂടിപ്പോയി. അതിനെക്കൊണ്ട് കുറച്ചൊരു ലൂസ് ഇതിലാണ് നല്ലത്. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കൊള്ളി പോലത്തെ പൂള വറുത്തതാണ് എടുക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. പിന്നെ നമ്മളെ കോൽക്കച്ച് പേസ്റ്റ് ഇതിലോട്ടേക്ക് അഴിച്ചെടുക്കാം. യെസ് ഗൈസ്. പിന്നെ എനിക്ക് സ്പൂൺ എടുക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഒരു കൊള്ളി തന്നെ എടുത്തിട്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്യാണ്. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കും, തിന്നോക്കാം. യെസ്, കൊള്ളാം, കുഴപ്പമില്ല. കുറച്ചും കൂടി തിക്കായ രസം ഉണ്ടാവുമായിരുന്നു. അപ്പം ബൈ.